ഇഷ്തറ എന്ന് പറഞ്ഞാൽ വില കൊടുത്ത് വാങ്ങിയെന്നല്ല. അവിടുന്ന് തുടങ്ങണം. മതി ഷറ എന്നുള്ളതാണ് അതിന്റെ റൂട്ട് വേർഡ്. ഷീനറാവ് ഷറ എന്നുള്ളതാണ് ഷൂർ ഉണ്ടായത്, ഷൂറ ബൈനഹും ഉണ്ടായത്, ഇഷ്തറ ഉണ്ടായത്. അതായത് ഒരു കൂട്ടി വെക്കുക എന്നാണ്. ഇപ്പൊ നമ്മള് തേനീച്ചയുടെ കൂടിന് ഷൂർമ, തേനീച്ചയുടെ കൂടിന് എന്ന് പറഞ്ഞാൽ തേനൊക്കെ ശേഖരിച്ചു വെക്കുന്ന ഇതാണ് എന്നാണ്. ഷൂറ ബൈനഹും എന്ന് പറയുന്നത് ഓരോ ആളുകളുടെയും അഭിപ്രായങ്ങളെ ഒരു കൂട്ടുക, അതാണ് ഷൂറ. അമ്രുഹും ഷൂറ ബൈനഹും എന്ന് പറയുന്നത് അവരുടെ കാര്യങ്ങൾ ഷൂറയിലൂടെ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇവിടെ നമ്മളൊരു പ്രശ്നം എടുക്കുക, എല്ലാവരുടെ അഭിപ്രായം സ്വരുക്കൂട്ടുക, അതിന് ഏറ്റവും നല്ലത് എടുക്കുക, അതാണ് ഷൂറ. അതാണ് ഇഷ്തറ എന്ന് പറഞ്ഞാൽ. അല്ലാതെ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു എന്നല്ല. അള്ളാഹു അവരുടെ നെഫ്സും അവരുടെ മാലും വില കൊടുത്ത് വാങ്ങിയിരിക്കണു. അതിനെന്താ നിങ്ങൾക്ക് തരാം, അതിന് സ്വർഗം നിങ്ങൾക്ക് ഞാൻ തരാം, അതിന് തരുന്നല്ല. ഇപ്പം പറഞ്ഞത് അവരുടെ മനസ്സും അവരുടെ മാലുകളും, അതാണ് അമ്പാല്. സമ്പത്തല്ല, മണിയല്ല. അമ്പാല് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതാണ് നമ്മുടെ അമ്പാല്. അല്ല ഇപ്പൊ നമ്മളൊരു മാലല്ലേ, മൊബൈൽ നമ്മളൊരു മാലല്ലേ. ഒരു മനുഷ്യന് ആവശ്യമായ അതാണ് മാല്. അവർക്ക് എന്തൊക്കെ ആവശ്യമായി വരുന്നുണ്ടോ അതൊക്കെ അവരുടെ മാല. നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഞങ്ങളെ മുഖം കാണും. ഒരു പ്രോപ്പർട്ടി നമ്മളുടെ മാലല്ലേ, അല്ലേ? നമ്മുടെ വസ്ത്രം നമ്മുടെ മാലല്ലേ, നമ്മുടെ മക്കള് നമ്മുടെ മാലല്ലേ, അറിവ് നമ്മുടെ മാലല്ലേ. അതാണ് മാല. നമുക്ക് എന്തൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മഹത്താജ, എന്തൊക്കെ ഹാജത്ത് അവന് ആവശ്യമായി വരുന്നുവോ അതൊക്കെ അവന്റെ മാല. ഇതൊക്കെ അള്ളാഹു കൂട്ടി ചേർത്ത് വെച്ചിരിക്കുകയാണ്. എന്തിന്? ഇതൊക്കെ അവരെ എന്തിലേക്കാണ് എത്തിക്കുന്നത്? ബി അന്നലഹുമുൽ ജന്നത, അറിവിന്റെ സ്നേഹത്തിന്റെ സ്വർഗത്തിലേക്ക് അവരെ എത്തിക്കാനുള്ള വഴികളാണ് ഇതൊക്കെ അതിനു വേണ്ടി വെച്ചതാണ്. അല്ലാതെ സ്വർഗം പിന്നെ അള്ളാഹു ഇന്നല്ലാഹുസ്സലാമിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബി അന്നലഹുമുൽ ജന്നത. അതിലൂടെ അവർക്ക് എന്തുണ്ടാക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ സ്വരുക്കൂട്ടി വെക്കുക എന്ന് പറഞ്ഞാല് ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അവർക്ക് അറിവിന്റെയും സ്നേഹത്തിന്റെയും ഒരു സ്വർഗം അവർക്ക് പണിയാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇതൊക്കെ ഇവിടുന്ന് ഇങ്ങോട്ട് തരും, അവിടെ വരുമ്പം ഞങ്ങൾക്ക് സ്വർഗം തരാനല്ല. പറഞ്ഞ മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ ഈ അറിവും നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളും ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ആവശ്യമായ എന്തൊക്കെ വസ്തുക്കളുണ്ടോ ഇതൊക്കെ നമ്മൾ ചേർത്ത് വെക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ബി അന്നലഹുമുൽ ജന്നത, ജ്ഞാനത്തിന്റെയും സ്നേഹത്തിന്റെയും, ജന്നത്തുൽ മഅരിഫത്തി വൽ മഹബ്ബത്തി. അതിന് ഇറങ്ങിപ്പോകരുത് നിങ്ങൾ. ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്. അതിന് ആദം ഇറങ്ങിപ്പോന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോകരുത്. അത് ഉണ്ടാക്കാനാണ് ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത്. അതാണ് ഇന്നല്ലാഹു ഇഷ്തറ എന്ന് പറഞ്ഞാൽ വില കൊടുത്ത് വാങ്ങാനല്ല. അള്ളാഹു ഇതൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ മനസ്സ്, ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് ആവശ്യമായ എന്തൊക്കെയുണ്ടോ അതൊക്കെ, അതാണ് അംവാല്. നമ്മളെ ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത് പൈസ എന്നാണ്, മണീന്നാണ്. മണിയല്ല. അവർക്ക് ആ തലത്തിലേക്ക് അവരുടെ ചിന്ത എത്തുന്നുള്ളൂ. എന്താ ചെയ്യാ? സമ്പത്ത്, നമുക്ക് ആവശ്യമായതൊക്കെ നമ്മുടെ സമ്പത്താണ്. അതാണ് ആലയിലേക്ക് മനുഷ്യൻ അവന്റെ ആവശ്യമായി അഭയം തേടുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ അവന്റെ മാലാണ്. അതൊക്കെ അവന്റെ മാലാണ്. ആ മാലും അവന്റെ മനസ്സും അവരുടെ മനസ്സും ചേർത്ത് വെച്ചിരിക്കുന്ന എന്തിനാണ്? ബി അന്നലഹുമുൽ ജന്നത്ത് യുഖാതിലൂന ഫീ സബീലില്ലാഹി. അറിവിന്റെ വഴിയിൽ അവരുടെ അജ്ഞതയെ അവർ വെട്ടിമാറ്റണം. എന്നാലേ ഈ ജന്നത്ത് പണിയാൻ പറ്റുള്ളൂ. സബീലുള്ള എന്ന് പറഞ്ഞാൽ മഅരിഫത്തുള്ള എന്നാണ്. അതാണ് സബീലുള്ള. അള്ളാഹുവിന്റെ ജ്ഞാനം നേടുക എന്നുള്ളതാണ് സബീലുള്ള. സബീലു താവൂത്ത് എന്ന് പറഞ്ഞാൽ അജ്ഞതയുടെ വഴിയാണ്. ഇതാണ് രണ്ടു വഴി. സബീലു താവൂത്തും ഉണ്ട്, സബീലുള്ളയുണ്ട്. സബീലുള്ള എന്ന് പറഞ്ഞാൽ മഅരിഫത്തുള്ള, അള്ളാഹുവിനെ അറിയുക. അപ്പൊ ദൈവികമായ ജ്ഞാനങ്ങളെ നേടുന്നതിന് വേണ്ടി അജ്ഞതയുടെ മനസ്സിൽ നിന്ന് മനസ്സിനെ അവന് കത്തല് ചെയ്യണം. ഇതും വയുക്തലൂന വയുക്തലൂന. നോക്കി രണ്ടും വേണം. അജ്ഞതയെ വെട്ടിമാറ്റുകയും വിജ്ഞാനത്തെ സ്വീകരിക്കുകയും വേണം. അതാണ് യഖ്തുലൂന വയുഖ്തലൂന. രണ്ടും വേണം. യഖ്തുലൂന ഫഖ്തുലു അൻഫുസകും. മനസ്സിലായോ? ഖതല മൂസ നഫ്സഹു. മൂസ സ്വന്തം നഫ്സിനെ കൊന്നു കളഞ്ഞു. അതാണ് ഖതല. യഖ്തുലൂന യുഖ്തലൂന. യുഖ്തലൂന എന്ന് പറയുമ്പോൾ അവര് അജ്ഞതയെ വെട്ടിമാറ്റുകയും വിജ്ഞാനത്തിന്റെ ലോകത്തേക്ക് അവർ വരികയും ചെയ്യാണ്.
അതാണ് ഖാതിലു ഫീ സബീലില്ലാഹി എന്ന് പറയുന്നത്. സബീലു താഗൂത്തില് വലാ തുഖാതിലു ഫീ സബീലി താഗൂത്ത്, താഗൂത്തിന്റെ വഴിയിലേക്ക് പോകരുത്. അതൊന്നും അജ്ഞതയുടെ വഴിയാണ്. അത് ആരാണ് താഗൂത്ത്? ആരാണ്? ഫിറൗനാണ്. നമ്മൾ ഈ ഫിറൗൻ ഇപ്പൊ ഈ ജമാഅത്തേരെ താഗൂത്ത് അല്ലട്ടോ, നമ്മുടെ ഉള്ളില് താഗൂത്തുണ്ട്. താഗൂത്തുനിന്ന് ഈ താഴ് ബാവ് പോലെ ഇട്ടിക്കണം. എന്താണെന്ന് ഓന് മതിയായിട്ടില്ല. അതുകൊണ്ടാണ് മതിയായാലേ ഓന് ഇദ്ഹബ് ഇലാ ഫിറൗന ഇന്നഹു തഗ. അതാണ് തഗ. ഇദ്ഹബ് ഇലാ ഫിറൗന ഇന്നഹു തഗ. അപ്പൊ താഗൂത്ത് ഫിറൗനാണ് നമ്മുടെ ഉള്ളിലെ. ആ ഫിറൗനിന്റെ സബീലിലാണ് നമ്മൾ പോണതെങ്കിൽ അജ്ഞതയുടെ വഴിയാണ്. സബീലുള്ളയാണെങ്കിൽ മഅരിഫത്തുള്ളയിലാണ്. ഇതാണ് സബീലുള്ളയും സബീലു താഗൂത്തും തമ്മിലുള്ള മാറ്റം. ചിലര് താഗൂത്തിന്റെ വഴിയിലാണ് കിത്താല്, ചിലര് അള്ളാഹുവിന്റെ വഴിയിലാണ് കിത്താല്. അള്ളാഹുവിന്റെ വഴിയിലുള്ള കിത്താല് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങളെ അറിയുക, യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുക, അള്ളാഹുവിനെ അറിയുക. അതാണ് യഖ്തുലൂന വഅദൻ അലൈഹി ഹഖൻ ഫി തൗറാത്തി വൽ ഇൻജീൽ വൽ ഖുർആൻ. ഈ ഖുർആനിലും ക്രിസ്ത്യാനികളെ തൗറാത്ത് പിന്നെ മറ്റവരെ ഇൻജീലിലും ഇത് വഅദ ചെയ്തതാണ്, ഇത് സത്യമായി പറഞ്ഞതാണെന്നല്ല.